ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് വിത്ത് ലൈനിങ് ബ്ലൗസിൽ വിത്ത് ലൈനിങ് ബ്ലൗസ് അല്ല, വിത്ത് ലൈനിങ് ടോപ്പ് തയ്ക്കുന്ന ഒരു മെത്തേഡാണ്. അതിൽ നമ്മളിവിടെ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത സെയിം ലൈനിങ് നമ്മൾ ഇന്നിവിടെ സ്റ്റിച്ച് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നെക്ക് ഷേപ്പ് കട്ട് ചെയ്ത ക്യാൻവാസ് ഡിസൈനും അതിൻ്റെ കൂടെ തന്നെ ലൈനിങ് ബോഡി ഏറ്റവും അടിയിൽ ബോഡി വെക്കുക. അതിനുശേഷം ലൈനിങ് അതിൻ്റെ മേലെ ഏത് ഡിസൈനിലാണോ നമ്മൾ കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഡിസൈനിൽ ക്യാൻവാസിൽ കട്ട് ചെയ്ത് പീസ് റെഡിയാക്കിയിട്ടുണ്ട്. അത് വെച്ച് ആദ്യം തന്നെ ഇതിൻ്റെ സെൻറ്ററിലൊരു സ്റ്റിച്ച് ചെയ്യണം. സെൻറ്ററിൽ ഇവിടെ 3 നാച്ച് അടിക്കണം. സെൻറ്ററിൽ ഒരു നാച്ച്, 2 സൈഡിൽ 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അവിടെയും ഓരോ നാച്ച് അടിക്കുക. അതിനുശേഷം നമ്മൾ ഇത് സെൻറ്റർ കറക്റ്റായിട്ട് ലൈനിങ്ങിൻ്റെയും അതുപോലെ തന്നെ ബോഡി പീസിൻ്റെയും സെൻറ്റർ വെക്കുക. അതുപോലെ തന്നെ നെക്ക് കട്ട് ചെയ്ത ഡിസൈനിൻ്റെ സെൻറ്ററും വെക്കുക. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മളൊരു സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് ലെവലായിട്ടൊരു സ്റ്റിച്ച് ചെയ്തിടുക. അപ്പോൾ നമുക്ക് സെൻറ്റർ മാറിപ്പോകാതിരിക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. സെൻറ്റർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സ്റ്റിച്ച് ഇടുന്നത്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, സെൻറ്റർ ഔട്ടാകാതിരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ പീസിനെ, ഈ ക്യാൻവാസ് വെച്ച പീസിനെ ഈ 2 പീസിനേക്കും കൂടെ അതിൻ്റെ ഷേപ്പ് ലീഫ് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുക. ആ ലീഫ് ഷേപ്പിൽ തന്നെ നമ്മൾ കൊണ്ടുവന്ന് പതുക്കെ ഇവിടെ ഷേപ്പ് എടുത്ത് സ്റ്റിച്ച് ചെയ്യണം. ചെയ്യുക. അതിനുശേഷം ഇത് 1/4 ഇഞ്ച് വിട്ട് നമ്മൾ ഈ സെൻറ്ററിലെ പീസ് ഉണ്ടല്ലോ അതിനെ കട്ട് ചെയ്ത് മാറ്റണം. ഒരേ ലെവലിൽ കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം നമ്മൾ ഇതിന് റൗണ്ട് ഷേപ്പ് കറക്റ്റായി ടർണായി വരാൻ വേണ്ടിയിട്ട് അതിന് നാച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് നമുക്ക് മടക്കി ഇടുമ്പോൾ അതിൽ നമ്മൾ ടർൺ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഈ പീസ് ലൈനിങ് പീസിൽ വെച്ച് ഈ ക്യാൻവാസ് വെച്ച പീസ് ഉണ്ടല്ലോ അതിൻ്റെ മേലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. നമുക്ക് ഹെമ്മിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കഴുത്തിന്. ഈ രീതിയിൽ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ രീതിയിലൊരു സ്റ്റിച്ച് കൊടുക്കുക. അത് ഷേപ്പ് എങ്ങനെയാണുള്ളത് അങ്ങനെ തന്നെ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ.
അതിനുശേഷം ഈ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതിന് ഷേപ്പിൽ വെച്ച് ഇതിൻ്റെ മേലെ ഒരു സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ എഡ്ജിലടിക്കണം. നെക്കിന് എഡ്ജിലൊരു സ്റ്റിച്ച് കാണത്തില്ലേ, ആ സ്റ്റിച്ചാണിത്. റൗണ്ട് ഷേപ്പ് എങ്ങനെയാണ് ഉള്ളത് അതുപോലെ തിരിച്ചു കൊടുത്ത് അതിന് കറക്റ്റായിട്ട് ഷേപ്പിൽ നമ്മൾ ലീഫിൻ്റെ ഷേപ്പാണ് കട്ട് ചെയ്തിരിക്കുന്നത്, അത് ശരിക്കും ടേൺ ചെയ്തെടുക്കുക. ശേഷം ഈ ലൈനിങ് ഉണ്ടല്ലോ അടിയിലുള്ള, ഈ ലൈനിങ്ങും ബോഡിയും ചേർത്തൊരു സ്റ്റിച്ച് ചെയ്യണം. അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, നമ്മൾ ലൈനിങ് കറക്റ്റായിട്ടാണ് അടിയിൽ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതേപോലെ ആ ഷേപ്പ് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലാറ്റായി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ക്ലോത്ത് ചുളിയരുത്. ഒരേ ലെവലിൽ അടിച്ചു വിടുക. നമ്മൾ ലൈനിങ്ങിൻ്റെ ഫോൾഡ് ചെയ്ത് അടിയിൽ ബോട്ടത്തിൽ അടിച്ച് മടക്കിയടിക്കണം. 4 ഇഞ്ച് മടക്കിയടിക്കുക കേട്ടോ.
രണ്ട് സൈഡിലും ഫ്ലാറ്റായിട്ട് ബോഡി പീസ് വലിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ റെഡിയായി കഴിയുമ്പം ബോഡി ചുളി വരും ബാക്കിൽ. അപ്പം നന്നായി വലിച്ചു കൊടുക്കുക കേട്ടോ. ഒരേ ലെവലിൽ അടിച്ച് താഴ്ഭാഗം വരെ എത്തിക്കണം. നമ്മുടെ ഫ്രണ്ട് നെക്ക് ലൈനിങ് അറ്റാച്ച് കഴിഞ്ഞു. നെക്ക് അതുപോലെ തന്നെ നെക്കും റെഡിയാക്കി. അടുത്തത് ബാക്ക് റെഡിയാക്കണം. ഫ്രണ്ടിൻ്റെ ഇങ്ങനെ നമ്മൾ കുഴിച്ചു വെട്ടുന്നുണ്ടല്ലോ, കുഴിച്ചു വെട്ടുമ്പോൾ ഈ എക്സ്ട്രാ ഉള്ളത് നമ്മൾ പിന്നീട് ട്രിം ചെയ്ത് അത് ഷേപ്പ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എക്സ്ട്രാ ലൈനിങ്ങോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോഡി പാർട്ട് അധികമുള്ളത് നമ്മൾ ലൈനിങ് കറക്റ്റ് കട്ടിങ് ആണ്. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്തത് ബോഡി പാർട്ട് വേണം കട്ട് ചെയ്ത് അധികമുള്ളത് നമ്മൾ മാറ്റാം. അപ്പോൾ നല്ല ഫിനിഷിങ് വരും നെക്കിന്. ഓക്കെ, നെക്സ്റ്റ് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൻ്റെ ബോഡി പാർട്ട് എടുത്ത് അതിൻ്റെ മേലെ ലൈനിങ് ഇടണം. അതിൻ്റെ മേലെ ലൈനിങ് ഇട്ട് ഇതിൻ്റെ നാച്ച് ചേർത്ത് വെച്ചിട്ട് വേണം. 3 നാച്ച് ഉണ്ടല്ലോ, ആ നാച്ച് 3ഉം ചേർന്ന് വരണം. അതുപോലെ തന്നെ നെക്ക് ബാക്ക് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ള ക്യാൻവാസ് പീസ് അതിൻ്റെ മേലെ വെക്കുക. ആദ്യം ബോഡി പാർട്ട് നല്ല വശം വെക്കണം മേലെ, അതിനുശേഷം ലൈനിങ് ഇടണം. അതിനുശേഷം ഈ ക്യാൻവാസ് റെഡി ആക്കി വെച്ചിട്ടുള്ള നെക്ക് പീസിട്ട് അതിൻ്റെ സെൻറ്ററിൽ ആദ്യം അടിച്ച പോലെ തന്നെ ഫ്രണ്ട് എങ്ങനെയാണ് അടിച്ചത് അതേപോലെ തന്നെ സെൻറ്ററിലൊരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഈ 3 ഇഞ്ചിലെ ഈ നാച്ചിൽ നിന്ന് നമ്മൾ ഫ്ലാറ്റായിട്ട് പീസ് വെച്ചിട്ട് അതിന് ഷേപ്പിൽ അടിച്ചെടുക്കണം. റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് വളച്ചെടുക്കുക. അത് തിരിച്ച് വെച്ചിട്ട് ക്യാൻവാസിൻ്റെ മേലെ തന്നെ റൗണ്ട് ഷേപ്പിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ക്യാൻവാസിൽ ഒരു പതിച്ചടി ഉണ്ട്, പതിച്ചടിച്ചിട്ട് അതിനെ മറിച്ചിടണം. ഉള്ളിൽ നാച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഷേപ്പ് നന്നായി തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നാച്ചടിച്ച് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നന്നായി അത് ഷേപ്പിൽ തിരിഞ്ഞ് വന്നോളും. ഇതിൽ നമ്മൾ ഷേപ്പ് നമ്മൾ പിന്നെ കൈകൊണ്ട് നല്ല തിരിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. റൗണ്ട് ഷേപ്പിലാണ്
കട്ട് ചെയ്തിരിക്കുന്ന അതേ റൗണ്ട് ഷേപ്പ് തന്നെ നമ്മുടെ നെക്കിന് വരണം. ഈ നാച്ച് ലൈനിങ്ങിൻ്റെ സൈഡിലോട്ട് വേണം. കച്ച ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്തുള്ള കച്ച, ഇത് ലൈനിങ്ങിൻ്റെ സൈഡിലോട്ട് നമ്മൾ മടക്കി കൊടുക്കണം. അപ്പം നന്നായിട്ട് അതിൻ്റെ ഷേപ്പിൽ തന്നെ തിരിഞ്ഞു വന്നോളൂ. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ മനസ്സിലാകാത്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഏത് ഭാഗമാണ് മനസ്സിലാകാത്തതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത പടി ഷോൾഡർ അറ്റാച്ചിങ് ആണ്. ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട് ബാക്ക് പീസിൻ്റെ ഇവിടെ ലൈനിങ് അറ്റാച്ച് ചെയ്യരുത്. ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിത് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതാണ് ഈസി മെത്തേഡ്. അപ്പം നമ്മൾ ഇത് ഫ്രണ്ടിൻ്റെ നെക്കും ബാക്കിൻ്റെ നെക്കിൻ്റെ ഇവിടെ ബോഡി പാർട്ടിലോട്ട് ചേർത്ത് വെക്കുക. ഈ മടക്കി അടിച്ചിട്ടുണ്ടല്ലോ, ചേർത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ടച്ചായിട്ടിരിക്കണം, കറക്റ്റ് ടച്ചിങ്ങിൽ. ഓക്കെ. അതിനുശേഷം ഈ പീസ് ഉണ്ടല്ലോ ലൈനിങ് നേരെ അങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക. ഇത് ഷെയ്ക്ക് ആകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഫിനിഷിങ് ഉണ്ടാവില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത ശേഷം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക. തിരിഞ്ഞു പോകരുത്. എപ്പോഴും ബോഡി പീസിൽ വേണം ബോഡി പീസ് വെക്കാൻ. ലൈനിങ്ങെ കൊണ്ട് ബോഡി പീസ് വെച്ചാൽ പിന്നെ അത് പണിയാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഇവിടെ ലൈനിങ് ബോഡി പീസും ചേർത്ത് വെക്കുക എപ്പോഴും. അതുപോലെ തന്നെ ഇത് മറിച്ച് നമ്മളിങ്ങനെ ചേരുമ്പോൾ അത് കറക്റ്റ് ഇതിൽ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ വേണം അതിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ഇടുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിനെ ടർണാക്കുമ്പോൾ ഇങ്ങനെ വലിച്ച് താഴോട്ടാക്കിയാൽ മതി. വലിച്ച് താഴോട്ടാക്കുമ്പോൾ കഴുത്തിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. ഇതാണ് കഴുത്ത്, ഫ്രണ്ട് കഴുത്ത്. ഇത് ബാക്ക്. നമുക്ക് ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അടുത്തത് നമുക്ക് അടുത്ത വീഡിയോയിൽ തുടരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തുടർന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ഫിനിഷ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.